നമ്മൾ എറണാകുളത്തേക്ക് പോവുകയാണ്. ജില്ലയിൽ കനത്ത തിരിച്ചടിയാണ് ഇത്തവണ CPIM-നുണ്ടായത്. ജില്ലയിൽ ഒരു സീറ്റ് പോലും നേടാനായില്ല. 5 സിറ്റിംഗ് സീറ്റുകളും നഷ്ടമാവുകയും ചെയ്തു. ഉറച്ചുകോട്ടയായി വൈപ്പിനിൽ പോലും നേട്ടമുണ്ടാക്കാനായില്ല. കൊച്ചിയിൽ സാമുദായിക സമവാക്യങ്ങൾ ഫലം കണ്ടില്ലെന്നാണ് വിലയിരുത്തൽ. കളമശ്ശേരിയിലെ മന്ത്രി P. രാജീവിന്റെ പരാജയവും മുന്നണിക്ക് തിരിച്ചടിയാകുന്നുണ്ട്. അർജുൻ മട്ടന്നൂരുണ്ട്. വിശദാംശങ്ങളുമായി അർജുൻ, എറണാകുളത്ത് UDF-ന്റെ ക്ലീൻ സ്വീപ്പ് എന്ന് പറയേണ്ടി വരും. 14 14 UDF പിടിച്ചെടുക്കുന്ന കാഴ്ചകൾ മന്ത്രി P. രാജീവ് പരാജയപ്പെടുന്നത് നമ്മൾ കണ്ടു. എങ്ങനെയാണ് എറണാകുളത്തെ സാഹചര്യം UDF വിലയിരുത്തുന്നൊപ്പം പരാജയം എങ്ങനെയാണ് LDF-ഉം വിലയിരുത്തപ്പെടുന്നത്? ഷിഹാസ്, കീർത്തന, 2021 എറണാകുളം ജില്ലയിൽ ആകെയുള്ള 14 സീറ്റുകളിൽ 5 ഇടങ്ങളിലാണ് LDF വിജയിച്ചത്. ഈ 5 ഇടങ്ങളിലും CPM തന്നെയാണ് വിജയിച്ചിരുന്നത്. ഇതിൽ ഈ 5 ഇടത്തും തോറ്റു എന്ന് മാത്രമല്ല, ഒരിടത്ത് പോലും മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഇത്തവണത്തെ പ്രധാനപ്പെട്ട കാര്യം. മാത്രവുമല്ല, പാർട്ടിയുടെ ഒരു കോട്ട എന്ന് കഴിഞ്ഞ കുറേ കാലമായി നമുക്ക് വിശേഷിപ്പിക്കാവുന്ന വൈപ്പിൻ, അതായത് 2008 മണ്ഡലം ഉണ്ടായതിനു ശേഷം ഇന്നുവരെ മറ്റാരും ജയിക്കാത്ത വൈപ്പിനിൽ പോലും UDF വിജയിച്ചിരിക്കുന്നു. അവിടെ S. ശർമ്മ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ വിജയിച്ചിരുന്ന മണ്ഡലമാണ്. ആ മണ്ഡലം നഷ്ടപ്പെടുന്നു. അതോടൊപ്പം തന്നെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവായ വ്യവസായ മന്ത്രി കൂടെ P. രാജീവ് കളമശ്ശേരിയിൽ തോൽക്കുന്നു. അവിടെയും 15,000-ന് മുകളിൽ ഭൂരിപക്ഷത്തിലാണ് UDF വിജയിക്കുന്നത്. മറ്റൊന്ന്, ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് UDF വിജയിച്ച മറ്റൊരു മണ്ഡലം അത് കുന്നത്തുനാടാണ്. അവിടെ 2020 NDAയിൽ പോയതോടുകൂടി അവിടെ സാഹചര്യങ്ങൾ കൂടുതൽ UDF-ന് എളുപ്പമാവുകയായിരുന്നു. അവിടെ 21,000-ന് മുകളിൽ ഭൂരിപക്ഷത്തിനാണ് UDF വിജയിക്കുന്നത്. അതോടൊപ്പം തന്നെ കൊച്ചി ഇത്തവണ സാമുദായിക സമവാക്യങ്ങൾ ഫലം ചെയ്യുമെന്ന് LDF പ്രതീക്ഷിച്ചിരുന്ന ഒരു മണ്ഡലമാണ് കൊച്ചി. അവിടെ KJ മാക്സി തുടർച്ചയായി 2 തവണ വിജയിച്ച MLA ആണ്. അവിടെ KJ മാക്സിയും പരാജയപ്പെടുന്നു. മുഹമ്മദ് ഷിയാസാണ് അവിടെ വിജയിച്ച് കയറുന്നത്. അതോടൊപ്പം തന്നെ കോതമംഗലം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ ഷിബു തെക്കുപുറം അവിടെ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നു. ഇത്തരത്തിൽ എല്ലായിടത്തും പരാജയം എന്നതാണ് എറണാകുളത്തെ ചിത്രം. എന്തായാലും ഇത് സ്വാഭാവികമായും വലിയ ചർച്ചയ്ക്ക് ഇടവരുത്തുമെന്ന കാര്യം ഉറപ്പാണ്. നേരത്തെ വോട്ടെടുപ്പിന് ശേഷം ഏതാണ്ട് 3 മുതൽ 6 സീറ്റുകൾ വരെ വിജയിക്കാൻ സാധ്യതയുണ്ട് എന്നായിരുന്നു LDF-ന്റെ വിലയിരുത്തൽ. പക്ഷേ ഒരിടത്ത് പോലും വിജയിക്കാനായില്ല. സ്വാഭാവികമായും ജില്ലയിലെ സ്ഥാനാർത്ഥി നിർണയം, അതോടൊപ്പം തന്നെ മന്ത്രി P. രാജീവിനെതിരായ ഒരു പടയൊരുക്കം ഒക്കെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ട്.